നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ 24-നോടൊപ്പം ചേരുകയാണ്. ഈ അൻവർ അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് യു ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാകുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അൻവർ അവിടെ ഒരു പ്രശ്നമേ അല്ല. വാസ്തവത്തിൽ അൻവറിനെ കൂടെ ചേർത്ത് നിർത്താനാണല്ലോ യു ഡി എഫ് ആദ്യം ആഗ്രഹിച്ചത്. കാര്യം അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയം യു ഡി എഫ് ഉയർത്തിയ രാഷ്ട്രീയം തന്നെയാണ്. ഈ ഗവൺമെൻറ് ദുഷ്ചെയ്തികളെയാണ്, പിണറായി ഗവൺമെൻറ് ദുഷ്ചെയ്തികളെയാണ് അൻവർ ഉയർത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിന് യു ഡി എഫിൽ ചേരാമായിരുന്നു. പക്ഷേ അൻവർ എന്താണ് പറഞ്ഞത്? യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ എതിർക്കുകയും യു ഡി എഫിൽ ചേരുകയും ചെയ്യണമെന്ന് ഏതെങ്കിലും മുന്നണി ചേർക്കും? ഒരു മുന്നണിക്കും ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അൻവറിൻ്റെ ഭാഗത്ത് ഉണ്ടായ ഒരു തെറ്റായ സമീപനമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ, അവിടെ ഒറ്റയ്ക്ക് നിന്നാലെന്നല്ല, യു ഡി എഫ് അവിടെ ഏറ്റവും ശക്തമാണ്. വാസ്തവത്തിൽ അൻവർ നേരത്തെ ജയിച്ചത് തന്നെ അൻവറിൻ്റെ കുറേ വോട്ട് കാണും, പ്ലസ് എൽ ഡി എഫിൻ്റെ വോട്ടോട് കൂടിയാണ്. പക്ഷേ ഇന്ന് സാഹചര്യം അങ്ങ് മാറി. കാര്യം അൻവർ തന്നെ ഉയർത്തിയ രാഷ്ട്രീയം എന്താണ്? ഈ ഗവൺമെൻറ്റിനെതിരെയാണ്. അപ്പോൾ അൻവറിന് കിട്ടുന്ന വോട്ട് പോലും, ഈ വോട്ട് വാസ്തവത്തിൽ അൻവർ ഉയർത്തിയ രാഷ്ട്രീയത്തിനെതിരാണെന്നുള്ള അവിടുത്തെ വോട്ടർമാർക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അൻവറിൻ്റെ കാൻഡിഡേച്ചറിനെ ഇപ്പോൾ ഒരു തരത്തിലും യു ഡി എഫിനെ ബാധിക്കത്തില്ല. ഒരു പക്ഷെങ്കിൽ അത് കൂടുതൽ ബാധിക്കുന്നത് എൽ ഡി എഫിനെ ആയിരിക്കാം. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം യു ഡി എഫ് അവിടെ വളരെ നേരത്തെ തന്നെ രംഗത്തിറങ്ങി തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്ത് വളരെ സജ്ജമായിട്ട് ഇരിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ജയിക്കുമെന്നുള്ള വലിയ ആശ, വലിയ പ്രതീക്ഷയും ഉറപ്പും അവിടുത്തെ യു ഡി എഫ് നേതാക്കൾക്കും യു ഡി എഫ് പ്രവർത്തകർക്കുമുണ്ട്. ഈ തുടക്കത്തിലൊക്കെ അൻവർ യു ഡി എഫിന് പിന്തുണച്ച് പരസ്യമായിട്ട് വി എസ് ജോയി സ്ഥാനാർത്ഥിയാക്കണം എന്നൊക്കെ നിലപാടെടുത്തതാണ്. പക്ഷേ പിന്നീട് അതൊരു സെറ്റിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അൻവറിൻ്റെ അടുത്തൊരു ഘട്ടത്തിൽ അൻവറുമായിട്ട് സംസാരിച്ച് അൻവറിനെ ഒന്ന് സെറ്റിൽ ചെയ്ത് വഴിക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തിന് എന്തെങ്കിലും വീഴ്ച പറ്റിയോ? ആ ചർച്ചകൾ വൈകിയോ? അല്ല, അതിപ്പോൾ വീഴ്ച പറ്റിയൊന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അൻവർ പരസ്യമായി എടുത്ത നിലപാടെന്താണ്? AICC അംഗീകരിച്ച ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണവും പറഞ്ഞു. അപ്പോൾ അങ്ങനെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ എതിർക്കുകയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം പറയുന്ന ഒരു വ്യക്തിയെ യു ഡി എഫിലോട് ചേർക്കാൻ എങ്ങനെ പറ്റും? അത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ലേ. കഴിഞ്ഞ ദിവസം യു ഡി എഫ് എതിർത്ത യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ ആളെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം രാത്രി പോയി കണ്ടിരുന്നു. പാർട്ടി അതിനെ തള്ളിക്കളഞ്ഞെങ്കിലും രാഹുൽ ചെയ്ത നടപടി ശരിയാണോ? കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന MLA. അത് പാടില്ലായിരുന്നു. അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഈ പാർട്ടി ഇനി അൻവറോട് ചർച്ചയില്ല എന്ന് പറഞ്ഞതിന്, യു ഡി എഫ് ചർച്ചയില്ലെന്ന് പറഞ്ഞതിന് വളരെ ജസ്റ്റിഫയബിളായ കാരണങ്ങളുണ്ട്. അത് കാര്യം നമ്മൾ ആവശ്യപ്പെട്ടത് എന്തുവാ? നമ്മൾ പറഞ്ഞത് അൻവറിനെ യു ഡി എഫിൽ ചേർക്കാം, യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു എന്ന് പ്രസ്താവിക്കണം. അതിന് പോലും പുള്ളി തയ്യാറായില്ല. രാഹുൽ അങ്ങനെയുള്ള ഒരാളിനായിട്ട് ചർച്ച വേണ്ട, ഇനിയില്ല എന്ന് പറഞ്ഞെങ്കിൽ വളരെ ന്യായമായ ഒരു തീരുമാനമാണ്, ശരിയായ ഒരു തീരുമാനമാണ്. അങ്ങനെ ഒരാളിനോട് ഇനി ചർച്ചയില്ല എന്ന് തീരുമാനിച്ച് അത്തരം ആളിനെ പാർട്ടിയിലെ ഒരു MLAയും അങ്ങനെ പോയി കണ്ട് ചർച്ച ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ചർച്ച ചെയ്ത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രാഹുലിൻ്റെ ഒരു കുട്ടിക്കളി അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അതൊരു രാഹുലിൻ്റെ കുട്ടികളെ ഞാൻ അതില്ല, ഇമ്മച്യൂരിറ്റി ആയിപ്പോയി. CPM മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥാനാർത്ഥി വരികയാണ്. അത് അവരുടെ സംഘടനാ സംവിധാനത്തെയൊക്കെ ചലിപ്പിക്കാനും സുരാജിൻ്റെ ഒരു വിജയത്തിനൊക്കെ കാരണമില്ല. കാരണം പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൽ തന്നെയുള്ളൊരു വ്യക്തിയാണ്, അവിടെയാണ് ജനിച്ചതൊക്കെ. അല്ലല്ല, അതിപ്പോൾ CPMൻ്റെ പാർട്ടി ചിഹ്നത്തിൽ വന്നതുകൊണ്ട് നിലമ്പൂരിൽ പ്രത്യേക അഡ്വാൻറ്റേജ് ഒന്നുമില്ല. കാര്യം നിലമ്പൂർ ഒരു CPM മണ്ഡലം തന്നെയാണ്. 2 പ്രാവശ്യം അൻവർ ജയിച്ചു എന്ന് പറയുന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇതുവരെ നോക്കിയാൽ പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ അവിടെ ജയിച്ചിട്ടുള്ളൂ, എനിക്ക് തോന്നുന്നത് 60കളിൽ ശ്രീ കുഞ്ഞാലി. അല്ലാതെ ആരും അവിടെ ജയിച്ചിട്ടില്ല. അതൊരു കാര്യം. രണ്ടാമത് സ്വരാജ്
അവിടുത്തുകാരനാണെന്ന് പറഞ്ഞിട്ട് അതിന് യാതൊരു ഇമ്പാക്റ്റ്. കാര്യം അദ്ദേഹം അവിടെ ജനിച്ചു എന്നല്ലാതെ അദ്ദേഹത്തിന് ചട്ടക്കമൊന്നുമല്ല. അദ്ദേഹം എന്ന് മാത്രമല്ല, നിലമ്പൂരിലെ ഒരു പ്രാദേശിക പ്രശ്നങ്ങളിലും ഒന്നിലും അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അവിടെ പിന്നെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീ സ്വരാജ് അവിടെ എങ്ങും പോയതായിട്ട് എനിക്ക് അറിവില്ല. അപ്പോൾ അങ്ങനെ അതേസമയത്ത് സ്വരാജ് അന്തർദേശീയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ അന്തർദേശീയ കാര്യം പറയാൻ എളുപ്പമാണല്ലോ. അപ്പം നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്തു, അല്ലെ ഇന്ന വിഷയത്തിൽ ഞാൻ നിലമ്പൂരിലെ ജനങ്ങളുടെ കൂടെ നിന്നു എന്ന് പറയാൻ അൻവറിനൊന്നുമില്ല. അതുകൊണ്ട് ആ നാട്ടുകാരെന്നുള്ളതിൻ്റെ ഇമ്പാക്റ്റ് കാര്യമായി ഒന്നും ഉണ്ടാകത്തില്ല. പാർട്ടി ചിഹ്നത്തിൽ CPM-ന് നിലമ്പൂരിൽ സ്വാധീനമില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ CPM അവിടെ സംഘടനാ സംവിധാനം എല്ലാ തലത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അവരിപ്പോൾ പറഞ്ഞ പോലെ കുറച്ചധികം സജീവമായി ഈ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം. ആ രീതിയിൽ ഒരു ഹെഡ്ജ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനാണോ, ഒരു CPM-ന് ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ടൊരു ഹെഡ്ജ് ഒന്നായിട്ട് തോന്നുന്നുണ്ടോ? അതിപ്പോഴേ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ പല ഉപതെരഞ്ഞെടുപ്പും കണ്ടില്ലേ? ഞാൻ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് കണ്ടതാണ്. പ്രചരണത്തിൽ CPM മുമ്പിലാണെന്ന് തോന്നിക്കാൻ അവർക്ക് കഴിഞ്ഞു. തൃക്കാക്കരയിൽ എല്ലാ മന്ത്രിമാരും ഉണ്ട്. വാസ്തവത്തിൽ CPM-ആണ് പ്രചരണത്തിൽ മുമ്പിൽ നിന്നും തോന്നി. അത് തന്നെ പാലക്കാട്ടും തോന്നി. അപ്പോഴേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഭരണം കയ്യിലിരിക്കുന്ന പാർട്ടി, അതും CPM പോലൊരു പാർട്ടി. ഇപ്പം CPM-ന് എപ്പോഴും അതായത് പ്രചരണത്തിൽ, അതായത് ഉള്ളതിൽ കൂടുതൽ പ്രചരിപ്പിക്കാൻ കഴിവുള്ള പാർട്ടിയാണ്. പ്രചരണത്തിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നന്നായി അറിയാവുന്ന പാർട്ടിയാണ്. ഉള്ളതിൽ കൂടുതൽ പ്രചരിപ്പിക്കാൻ അറിയാം. വേണേൽ കള്ളം വസ്തുതയല്ലാത്തത്, സത്യമല്ലാത്തത് നേരാണെന്ന് തോന്നിക്കുന്നതാണ്. വാസ്തവത്തിൽ ഗീബൽസിൻ്റെ തന്ത്രം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഒരു കാര്യം ഒരുപാട് പ്രാവശ്യം പറയുമ്പോൾ നേരാണെന്ന് തോന്നും. അങ്ങനെ CPM-ന് അതിൻ്റെ ഒരു കഴിവുണ്ട്. അപ്പം അവർ പ്രചരണത്തിൽ പിന്നിൽ പോകുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെങ്കിൽ ആ പ്രചരണമൊന്നും ജനങ്ങളുടെ മുമ്പിൽ ഏൽക്കില്ല. കാര്യം ജനങ്ങൾക്ക് നേരിട്ടറിയാവുന്ന, നേരിട്ട് അനുഭവിക്കുന്നതും ദിനംപ്രതി കാണുന്നതുമാണ് ഈ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ. കേരളത്തിലെ ജനങ്ങൾ ഇന്നത്തെ ഗവൺമെൻറ് ചെയ്തികൾക്കെതിരെ വോട്ട് പിടിക്കുന്ന കാര്യത്തിൽ, വോട്ട് രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ എത്ര ഉദാഹരണം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എത്ര ഉദാഹരണം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. അതായത് ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. അതായത് ദിവസം 233 രൂപ മാത്രം കിട്ടുന്ന ഏറ്റവും പാവപ്പെട്ട ആശാ വർക്കേഴ്സ്, അതും സ്ത്രീകൾ, അവരവിടെ വേലും മഴയും കൊണ്ട് കരഞ്ഞ് സമരം ചെയ്യുകയും കേരള മനസാക്ഷി അവരോടൊപ്പമാണെന്ന് വ്യക്തമാണല്ലോ. എന്നിട്ട് പോലും അവരെ പരിഗണിക്കാതെ 2 ലക്ഷം രൂപ ശമ്പളം, 3 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന PSC മെമ്പർമാർക്ക് പിന്നെയും ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു, ഒരു PSC മെമ്പറുടെ ശമ്പളം 4 ലക്ഷം രൂപ, ചെയർമാൻ ശമ്പളം 4,40,000 രൂപ. ഇത്രയും ശമ്പളം കിട്ടുന്നവർക്ക് അപ്പോൾ CPM എന്ന് പാവപ്പെട്ട ഒരു പാർട്ടിയാണോ? എത്ര എനിക്ക് സങ്കടം തോന്നും. എനിക്ക് വാസ്തവം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തും ആദ്യകാലം CPM-നെ ബഹുമാനിച്ചിരുന്നതും എനിക്ക് ഒരു പരിധിവരെ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ഇന്നത്തെ ഇവിടെ അത്ഭുതമാണ്, എങ്ങനെ ആശാ വർക്കേഴ്സ് അവിടെ സമരം ചെയ്ത് അവർ തെരുവിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു 100 രൂപ വർദ്ധിച്ചു കൊടുക്കാതെ ലക്ഷക്കണക്കിന് PSC മെമ്പർമാർക്ക് വർദ്ധിച്ചു കൊടുക്കുന്നു. എന്തോ ഒരു ആർഭാടം, ഗവൺമെൻറ്റിൻ്റെ വാർഷികത്തിന് ആർഭാടം, കാറ് വാങ്ങാൻ, മന്ത്രിമാർക്ക് പുതിയ കാറ് വാങ്ങാൻ കോടിക്കണക്കിന്. ജനങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ? ഇതിപ്പോൾ ഭരണപക്ഷത്തിനൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെയും കൂടി മാർക്കിടലാകുമോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ്? തീർച്ചയായും പ്രതിപക്ഷത്തിന് തീർച്ചയായും ജനങ്ങൾ പ്രതിപക്ഷത്തെയും ഭരണകക്ഷിയെല്ലാം മാർക്കിട്ടാണല്ലോ വോട്ട് ചെയ്യുന്നത്. അതിനകത്ത് പ്രതിപക്ഷത്തിന് വൻപിച്ച ഭൂരിപക്ഷം കിട്ടുമെന്ന എൻ്റെ നിലപാട്. കിട്ടുമെന്നുള്ള എനിക്കൊരു സംശയവുമില്ല.
എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടും. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ മാർക്കിടൽ കൂടിയായിരിക്കും എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പറയുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട.